നമ്മളുടെ 7ാം ക്ലാസ്സിലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ, ത്രികോണങ്ങൾ അല്ലെങ്കിൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ 3rd ചാപ്റ്റർ ആണ്. ഇതിൽ ആകെയുടെ 3 കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒരുപാട് വലിച്ചു വാരി കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് ഈ 3 കാര്യങ്ങൾ എന്ന് നോക്കാം അല്ലെ. അതായത് 3 തരത്തിൽ ത്രികോണങ്ങൾ വരയ്ക്കാനാണ്. അതായത് ഒന്നാമത്തത് എന്ന് പറയുന്നത് 3 വശങ്ങൾ 3 സൈഡ്സ് തന്നാൽ എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് മിസ് ആദ്യം പറയാൻ പോകുന്നത്. അതാണ് നമ്മളുടെ ഒന്നാമത്തെ കാര്യം. അപ്പൊ നോക്കിയേ, Draw a triangle with sides 3 cm, 4 cm and 6 cm. വശങ്ങൾ 3 cm, 4 cm, 6 cm ആയ ത്രികോണം വരയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 3 വശങ്ങൾ തന്നിട്ട് ത്രികോണം വരയ്ക്കാൻ പറയാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് വളരെ ഈസി ആണെടാ. നമുക്ക് ആകെ 2 കാര്യങ്ങൾ മാത്രം മതി. അതായത് നമ്മളുടെ സ്കെയിലും കോമ്പസും മാത്രമാണ് ഇതിന് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അളവ് ആദ്യം വരയ്ക്കാം. അപ്പൊ മിസ് ആദ്യം 6 വരയ്ക്കാണ്. അപ്പൊ നോക്ക്, ആദ്യം മിസ് എന്ത് ചെയ്തു, 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി അടുത്ത വശം എത്രയാടാ? അടുത്തെന്ന് പറയുന്ന 3 ഉണ്ട് 4 ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം മിസ് എന്ത് ചെയ്തു, കോമ്പസിൽ കറക്റ്റ് 3 സെന്റിമീറ്റർ എടുത്തു. ദെൻ 3 സെന്റിമീറ്റർ എടുത്തു. ദെൻ കോമ്പസ് എന്ത് ചെയ്തു, ഈ ഒരു കോർണറിൽ വെച്ചു, ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. ഓക്കെ, ഒരു ചാപം വരച്ചു. ഇനി അടുത്ത എന്താണ്, അടുത്ത എത്ര സെന്റിമീറ്റർ ആണ്? നമ്മളുടെ 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്തു, 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കോമ്പസിനെ ഇങ്ങനെ കൊണ്ടുവന്നു, അടുത്ത കോർണറിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത ആർക്ക് വരയ്ക്കുകയാണ്. അപ്പൊ എന്താണ്, ഈ ആർക്കും തമ്മിൽ മുട്ടുന്നില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ആദ്യത്തെ ആർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. നോക്ക്, ഇതിലൂടെ തന്നെ എന്ത് ചെയ്തു മിസ്, ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചു. അപ്പൊ നോക്കടാ ഈ 2 ആർക്കുകളും നോക്ക്, ഈ 2 ആർക്കുകളും ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ, കൂട്ടിമുട്ടുന്നുണ്ട്. അവിടേക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾ കറക്റ്റ് സ്കെയിൽ തന്നെ വെച്ച് വരയ്ക്കുക. നോക്ക്, സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ത്രികോണം സെറ്റാണ്. യെസ്, ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ ത്രികോണം. ദെൻ ഇതെന്താണ്, ഇത് 6 സെന്റിമീറ്റർ ആണ്. ദെൻ ഇത് 3 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ 3 വശങ്ങൾ തന്നിട്ട് ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇനി അടുത്തത് എന്താ നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ഒരു സൈഡും 2 ആംഗിൾസ് തന്നാൽ, ഒരു വശവും 2 കോണുകളും തന്നാൽ എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കാന്നാണ്. അതായത് ഒരു വശവും തന്നിട്ടുണ്ടാവും, ആ വശത്ത് എന്താണ്, ഈ വശം എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും, ആ വശത്തിന്റെ രണ്ട് അറ്റത്തുള്ള കോണുകൾ ഏതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. അതായത് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 1 സൈഡ് ഈസ് 4 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾസ് 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ഓൺ ദി 2 ends ഓഫ് ദി ട്രയാങ്കിൾ. ഒരു വശം 4 സെന്റിമീറ്ററും വശത്തിന്റെ 2 അറ്റത്തുമുള്ള കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ നോക്കിയേ, ഇങ്ങനെയുള്ള ഒരു ത്രികോണം വരയ്ക്കണം. അതിൽ എന്താണ്, ഒരു വശം 4 സെന്റിമീറ്റർ ആണ്. ആ വശത്തിന്റെ 2 അറ്റത്തുമുള്ള കോണുകൾ എന്ന് പറയുമ്പോൾ 2 എൻഡിലുള്ള കോണുകൾ ഇവിടെ 40 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും കിട്ടുന്ന രീതിയിൽ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ എന്തായിരുന്നു എടുത്തത്, സ്കെയിലും എടുത്തിട്ടുണ്ടായിരുന്നു, ദെൻ കോമ്പസും എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ നമുക്ക് വേണ്ടത് സ്കെയിലും പ്രൊട്രാക്ടറും ആണ്. അപ്പൊ നോക്ക്, സ്കെയിലും പ്രൊട്രാക്ടറും എടുത്തു. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നോക്ക്, ആദ്യം 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, യെസ്, 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ദെൻ 4 സെന്റിമീറ്ററിൽ എന്താ ചെയ്യേണ്ടത്, 4 സെന്റിമീറ്ററിന് 40 ഡിഗ്രിയിൽ ഒരു ലൈനും പോകണം, 60 ഡിഗ്രിയിൽ ഒരു ലൈനും പോകണം. അപ്പൊ നോക്ക്, മിസ് കറക്റ്റ്
നമ്മളുടെ പ്രൊട്രാക്ടർ വെച്ചു. അതിൽ കറക്റ്റ് എത്ര എടുക്കണം നമ്മൾ? 40 ഡിഗ്രി അല്ലേ? 40 ഡിഗ്രി എവിടുന്ന് മുതലാ എണ്ണി തുടങ്ങേണ്ട? 2 റീഡിംഗ് ഉണ്ട് അല്ലേ? ഇവിടെ നോക്ക്, ഇവിടുന്ന് 180 170 അങ്ങനെ ഒരു റീഡിങ്ങും ഉണ്ട്, 0 10 20 അങ്ങനെ ഒരു റീഡിങ്ങും ഉണ്ട്. അപ്പൊ നമ്മളുടെ ഈ ലൈനിന്റെ മുകളിലുള്ള, നമ്മളുടെ ഈ വരയുടെ മുകളിലുള്ള 0 10 ഇതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. 0 10 20 30 40. 40ൽ മിസ് ഒരു കുത്തിട്ടു. എന്നിട്ട് ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, വലിയൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പൊ എന്താണ് ഇത്? എത്രയാടാ? 40 ഡിഗ്രി ആണ് അല്ലെ? 40 ഡിഗ്രി ആണ്. ഇനി ആരെയാണ് കിട്ടേണ്ടത്? 60 ഡിഗ്രി അല്ലേ? അപ്പൊ നോക്ക്, അടുത്ത എൻഡിൽ വെച്ചു, നമ്മളുടെ ലൈനിന്റെ അടുത്ത എൻഡിൽ വെച്ചു. എന്നിട്ട് നോക്ക്, ഇനി 60 ഡിഗ്രി അല്ലേ? അപ്പോ 0 10 20 30 40 50 60. 60ൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പൊ നോക്കടാ, ഇത് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് 4 സെന്റിമീറ്റർ ആയിരുന്നു. ദെൻ ഇതെന്തായിരുന്നുടാ? 60 ഡിഗ്രി ആയിരുന്നു അല്ലെ? അപ്പൊ നോക്ക്, 4 സെന്റിമീറ്റർ 40 ഡിഗ്രി 60 ഡിഗ്രി, ഇത്രയേ ഉള്ളൂടാ, ഇത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യം. അപ്പൊ എന്താണ്? ഒരു വശവും ആ വശത്തിന്റെ 2 എൻഡിലുമുള്ള കോണുകളും തന്നാൽ എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി തേർഡ് എന്താന്ന് വെച്ചാൽ, തേർഡ് 2 സൈഡ്സ് ആൻഡ് 1 ആംഗിൾ, അതായത് 2 സൈഡുകളും അതിന്റെ ഇടയിലുള്ള ഒരു ആംഗിളും തന്നാൽ എങ്ങനെയാണ് ത്രികോണം വരയ്ക്കുക എന്നുള്ളത്. അതായത് നോക്ക്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡിന്റെ നീളം തന്നിട്ടുണ്ട്, ഈ ഒരു സൈഡിന്റെ നീളവും തന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്നും തന്നിട്ടുണ്ട്. ഇപ്പൊ 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി. യെസ്, ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ട്രയാങ്കിൾ വരയ്ക്കുക എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, draw a triangle with 2 sides 4 cm and 8 cm and angle between them is 60 degree. Okay, angle between them എന്താണ്? 60 degree. ഇത് എങ്ങനെയാ വരയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാം കേട്ടോ. അതായത് നമ്മളുടെ കോമ്പസും സ്കെയിലും പ്രൊട്രാക്ടറും ഒക്കെ എടുക്കണം. അപ്പൊ ആദ്യം മിസ് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് എന്താ വരയ്ക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് വരച്ചു നോക്കുക. അതായത് നമ്മളോട് പറഞ്ഞത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 sides 4 cm and 8 cm. അപ്പൊ 8 ഉണ്ട്, 4 ഉണ്ട്, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലെ? ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ എന്താണ്? ആദ്യം 8 സെന്റിമീറ്റർ മിസ് വരയ്ക്കുകയാണ്. യെസ്, 8 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ദെൻ എന്ത് ചെയ്യാണ്? ദെൻ നോക്ക്, എത്രയാണ്? 60 ഡിഗ്രി അല്ലേ പറഞ്ഞത്? അപ്പൊ നോക്ക്, 60 ഡിഗ്രി ഇങ്ങനെ അടയാളപ്പെടുത്തി. ദെൻ 60 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന എന്താണ് നമുക്ക് വരയ്ക്കേണ്ടത്? 60 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന 4 സെന്റിമീറ്ററുള്ള ഒരു ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് കോമ്പസും എല്ലാം വേണമെന്ന് പറഞ്ഞല്ലോ, അതെന്തിനാന്ന്? അതായതടാ, നമ്മൾ ഏതൊരു ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്തും മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എല്ലാം അങ്ങ് എടുത്തു വെക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് എന്തായിരിക്കും വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് എന്നെ ചെയ്യുക. അപ്പൊ നോക്ക്, ഇവിടെ നോക്ക് മക്കളെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിലൂടെ കടന്നു പോകുന്ന എന്താണ്? 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇതിലൂടെ കടന്നു പോകുന്ന 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ. അപ്പൊ നോക്ക്, ഇത് വെച്ചു. ദാ 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ നോക്ക്, ഇത് 8 സെന്റിമീറ്റർ ആണ്. ഇതെന്താണ്? 4 സെന്റിമീറ്റർ ആണ്. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി. ദാറ്റ് ഈസ് ഇത് 60 ഡിഗ്രി ആണ്. ദെൻ എന്താ ചെയ്യേണ്ടത്? ഇത് നമുക്ക് വേണ്ടൊക്കെ കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും അങ്ങ് യോജിപ്പിച്ച് വരച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതൊക്കെ ഇത് രണ്ടും അങ്ങ് യോജിപ്പിച്ച് വരയ്ക്കുക. റെഡി, സെറ്റ്.
അപ്പൊ അത്ര മാത്രമേ ഉള്ളൂടാ പഠിക്കാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ മിസ്സേ, ഇതൊക്കെ എങ്ങനെയാ പഠിച്ചു തീരുക, എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ എടാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കിയിട്ട് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ മക്കൾക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതണ്ടേ, അടിപൊളിയായിട്ട് പഠിക്കണ്ടേ. അപ്പൊ ഇപ്പൊ തന്നെ മക്കൾ എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ആൻഡ് ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.